മാഡം രക്ഷപ്പെടുവല്ലേ? ചാൻസ് ഉണ്ട്, ദാറ്റ്സ് ഓൾ. ഗംഭീരമായി ക്രോസ്. ഇതൊന്നും വക്കീലിന്റെ മിടുക്കല്ല മിസ്റ്റർ പിള്ള. കെട്ടിച്ചമച്ച കുറെ രേഖകളും എഴുതിയ കടലാസിന്റെ പോലും വിലയില്ലാത്ത ഒരു വിജിലൻസ് റിപ്പോർട്ടും പിന്നെ നട്ടാ കിളിർക്കാത്ത നുണയെന്നളിച്ച നിങ്ങളുടെ വിജിലൻസ് ഓഫീസറും. എത്ര കൊടുത്തു അയാൾക്ക്? വേണ്ട. എനിവേ, ഇനി എന്നെ കിട്ടില്ല ഇങ്ങനെയുള്ള കേസുകൾക്ക്. ഇത് തന്നെ ഫേമിലെ സീനിയർ അഡ്വക്കേറ്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പിയർ ചെയ്തേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം. താങ്ക് യു. ഹായ് ഹായ്. ഇന്ദു കലക്കിന്ന് കേട്ടല്ലോ. ഇറ്റ്സ് ഓൾ ഹിസ് ഗ്രേസ്. വരട്ടെ. ഭരതല്ല, ക്രൂവൽ പെർവേർട്ടഡ് ബ്രൂട്ടൽ പോലീസ് ഓഫീസർ. കയ്യിൽ പെടുന്ന നിരപരാധികളായ ഇരകളെ പീഡിപ്പിക്കാൻ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്ന ക്രൂരനും ഭ്രാന്തനും നിഷ്ഠുരനും നിഷേധിയുമായ പോലീസ് ഓഫീസർ അല്ലടി? പ്ലീസ് ഒന്ന്. നോ, പാടില്ല. നിയമത്തിന്റെ മുമ്പിൽ എന്ത് കള്ളക്കഥയും കെട്ടി എഴുന്നള്ളിക്കാൻ ലെവലേശ ഉളുപ്പില്ലാത്ത ഷ്രൂഡ് കണ്ണിങ് യങ് ലേഡി അഡ്വക്കേറ്റിന്റെ മൊഴിയിൽ ഒരു പ്ലീസ് കേട്ടില്ലടി. എന്താ ഇത്? നൺ ഓഫ് യുവർ ബിസിനസ്. പോലീസിൽ ഇപ്പൊ മസിൽ പവറിനേക്കാൾ മാന്യതയ്ക്കാണ് സ്ഥാനം അല്ലേടി? ഈ കൈ ശരിക്ക് കണ്ടോ നീ? പ്രതികളുടെ മാത്രമല്ല, വേണമെങ്കിൽ നിന്റെ മോന്തായ കാണിക്കുന്നേ. I said don't poke your bloody nose into. കൈ എടുക്കണം. എടുക്കടാ കൈ. മിസ്റ്റർ ജോസ്, he is my cousin. അയ്യേ, ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല. പ്ലീസ് പ്രൊസീഡ്. പാടോ. അയ്യേ, കൺഗ്രാറ്റ്സ്. എന്നെ നീ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. പകരം ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ബോർണായില്ലെങ്കിലേ നാണക്കേടല്ലേടി? ഞാൻ തന്നെ ശരിക്കും ഇൻസൾട്ട് ചെയ്തു അല്ലേ? I should not have. You were just perfect and superb. Objection. Thank you. Your attention. IC532 to Calcutta is ready for departure. Passengers are requested to get in for the security check. Thank you. നാണമില്ലല്ലോടോ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് എന്നെ സല്യൂട്ട് ചെയ്യാൻ. മന്ത്രി വരുന്നുണ്ട്, അങ്ങോട്ടേല്. ഹലോ മോഹൻ. എല്ലാരും ഉണ്ടല്ലോ. ഗംഭീരായല്ലോ സാർ സ്വീകരണം. സത്യത്തില് എനിക്കല്ല, ശ്രീ മോഹൻ തോമസിന് വേണം ഈ സ്വീകരണമൊക്കെ കൊടുക്കാൻ. ഇദ്ദേഹമാണ് വിദേശ മലയാളികളുടെ ഗ്രൂപ്പ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാക്കി തന്നത്. സാർ, ട്രിപ്പ് എങ്ങനെ? വിജയമോ അതോ? 101% വിജയം. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 500 കോടി രൂപ സംഭരിച്ചു തരാമെന്ന് ഏറ്റിരിക്കല്ലേ വിദേശ മലയാളികൾ. പത്രക്കാർക്ക് കോവളത്ത് മന്ത്രിയുടെ വക ഡിന്നറുണ്ട്. അവിടെ പോരെ പത്രസമ്മേളനമൊക്കെ? അല്ല, വിമാനത്താവളത്തിന് ഫണ്ട് പിരിക്കാനെന്ന പേരും പറഞ്ഞ് ഈ മോഹൻ തോമസിനെ കൂട്ടി നിങ്ങൾ വിദേശത്ത് പോയത് ഇവിടുന്ന് പിരിച്ചത് മുഴുവൻ കൊണ്ട് സ്വിസ് ബാങ്കിൽ ഇടാനാണെന്നൊരു ആരോപണം കേട്ടല്ലോ. അല്ല മോഹൻ തോമസ്, മറുപടി നിങ്ങൾ പറഞ്ഞാലും മതി. എത്ര കോടി ഇട്ടു സ്വിസ് ബാങ്കില്? സ്വിസ് ബാങ്കിൽ നിന്റെ അമ്മയുടെ നന്നായി പോയി, ഒന്ന് കൊടുക്കാൻ കൂടെ വേണമായിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഏയ് വേണ്ട. അന്ന് ഡൽഹിയിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയെന്ന് എഴുതിത്താർത്ത പത്രക്കാരൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഒന്ന് ഒതുങ്ങി നിൽക്കടോ, കേറുമ്പോ മുട്ടുമല്ലോ. കോവളത്ത് പോയി പത്രക്കാർക്ക് ശാപ്പാടും കൊടുത്ത് നാട്ടുകാർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് വിളമ്പിയേക്കാമെന്ന് വലിയ വലിയൊരു വാഗ്ദാനം നടത്തിയിട്ട് നാളെ ഡൽഹിക്ക് പറഞ്ഞേക്കരുത്. എന്നെ ഒന്ന് കാണണം, കണ്ടിട്ടേ പോവാവൂ. കാര്യങ്ങളുണ്ട്. അച്ചമ്മ കേട്ടല്ലോ?